ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണക്കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയായിരിക്കും നടത്തുക. അവസാന ആഴ്ചയ്ക്ക് മുമ്പേ തന്നെ പെൻഷൻ വിതരണത്തിന് തുടക്കം കുറിക്കും. സാധാരണ രീതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പോലെ 2000 രൂപ തന്നെയായിരിക്കും ഇപ്രാവശ്യം ലഭിക്കുക. കൂടുതൽ വിഹിതം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. മുൻ സർക്കാർ ഓണക്കാലത്ത് 2 ഗഡുക്കൾ ഒന്നിച്ച് വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നതായിരിക്കും. മാത്രമല്ല, പെൻഷൻ വാങ്ങുന്നതോടൊപ്പം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുമുണ്ട്. സെപ്റ്റംബർ 30 വരെ ഇതിന് സമയമുണ്ട്. അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ഇനി ഇപ്രാവശ്യം മസ്റ്ററിംഗ് ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സ്ലിപ്പ് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതുമില്ല. സൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേഷൻ ആവുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഓണം പ്രമാണിച്ച് സപ്ലൈകോ വഴി 4ഓളം കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ശബരിയുടെ സിഗ്നേച്ചർ കിറ്റുണ്ട്. അതോടൊപ്പം തന്നെ 21 ഇനം ഉൾപ്പെടുന്ന അത്തം കിറ്റ്, 25 ഇനം ഉൾപ്പെടുന്ന ഉത്രാടം കിറ്റ്, 30 ഇനം ഉൾപ്പെടുന്ന തിരുവോണം കിറ്റ്. നിലവിൽ 1000 രൂപ, 1500 രൂപ, 2000 രൂപയ്ക്ക് വരെ കിറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഓരോ കിറ്റിലും 150 രൂപ മുതൽ 500 രൂപ വരെ വില വരുന്ന ഉൽപ്പന്നങ്ങൾ അധികമായിട്ട് കിറ്റിലുണ്ടാവുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ റേഷൻ കാർഡ് ഉള്ളവരും ഇല്ലാത്തവരും സപ്ലൈകോയിൽ എത്തിച്ചേർന്ന് വിലക്കുറവിൻ്റെ ഈ പ്രത്യേക സമയം പ്രയോജനപ്പെടുത്തുക. മാത്രമല്ല, റേഷൻ കാർഡുള്ളവർക്ക് മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ഇനി സൗജന്യ കിറ്റ് വിതരണം റേഷൻ കടകൾ വഴിയാണ് ലഭിക്കുക. അന്ത്യോദയ, അന്നയോജന, AY മഞ്ഞക്കാർഡിന് മാത്രമായിരിക്കും ഈ സൗജന്യ കിറ്റ് ലഭിക്കുന്നത്. 850 രൂപ വില പതിക്കുന്ന തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം സാധനങ്ങൾ ഈ കിറ്റിൽ ഉൾപ്പെടുന്നതാണ്. BPL, APL കാർഡുകാർക്ക് ഇത്തരം കിറ്റുകൾ ലഭിക്കുന്നതുമല്ല. അതുപോലെ ഓണക്കാലത്ത് അരിവിലയൊക്കെ കുതിച്ചുയരുന്ന സമയത്ത് റേഷൻ കടകൾ വഴി 10 കിലോ സ്പെഷ്യൽ അരി വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ നീല, വെള്ള റേഷൻ കാർഡുകൾക്കും പൊതുവിഭാഗം സ്ഥാപനം എന്നുമുള്ള റേഷൻ കാർഡുകൾക്കുമെല്ലാം തന്നെ 26 രൂപ നിരക്കിൽ ഇത്തരത്തിലുള്ള അരി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓണക്കാലത്ത് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.